നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അസാം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മയെ മാറ്റി നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ BJP ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് കാരണമാകുന്നത് ഹിമന്ത ബിശ്വ ശർമ്മ അയോഗ്യനാണ് എന്ന തിരിച്ചറിവാണ്. BJP നേതൃത്വം വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു. ന്യൂനപക്ഷ ഏകീകരണം അസാമിൽ ശക്തമായി ഉണ്ടാകും എന്നതിനപ്പുറത്തേക്ക് ഹിന്ദു വിഭാഗങ്ങളിലെ വോട്ട് ഷെയറിലും സ്പ്ലിറ്റ് വന്നേക്കും. ഗൗരവ് ഗൊഗോയിയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നതെങ്കിൽ തീർച്ചയായും ഹിമന്തിനെ തള്ളിപ്പറയുന്നവർ BJPയിലും അനേകമുണ്ടായിരിക്കും. അതിന് കാരണമാകുന്നത് ഹിമന്ത് ഒരു കോൺഗ്രസ്സുകാരനായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി സർവ്വതും നേടിയെടുത്തത് വളഞ്ഞ വഴിയിലൂടെയാണ്. ഹിമന്തിൻ്റെ അഴിമതി കഥകൾ പലപ്പോഴായി കോൺഗ്രസ് നേതൃത്വം തുറന്നു വിടുകയാണ്. ഒരുപക്ഷെ കോൺഗ്രസ്സിന് വലിയ പരാജയമുണ്ടാകുന്നതിന് മുഖ്യ കാരണമായത് ഹിമന്ത് എന്ന പുഴുക്കുത്ത് മന്ത്രിസഭയിൽ കാണിച്ച നെറിയേടുകളുടെ പേരിലാണ്. ഗൗരവ് ഗൊഗോയി തൻ്റെ പിതാവിനെ ഏറ്റവും കൂടുതൽ ക്രൂശിക്കാൻ ഹിമന്ത ശർമ്മ എന്ത് ധാർമ്മിക അധികാരമാണുള്ളത്? ഇത്രയും നാറിയ വർഗവഞ്ചകനെ ഈ രാജ്യം കണ്ടിട്ടില്ല എന്നും BJPയിലേക്ക് നിങ്ങൾ നേട്ടത്തിന് വേണ്ടി വ്യക്തിപരമായി പൊയ്ക്കോളൂ, അതിന് ഇന്നലെ വരെ ചോറ് തിന്ന പാത്രത്തെ തള്ളിപ്പറയേണ്ട കാര്യമുണ്ടോ എന്ന് തുറന്നടിക്കുമ്പോൾ BJPക്കാർ നെഞ്ചത്ത് കൈവച്ച് പോവുകയാണ്. ഹിമന്തിനെ തൊലിയുരിക്കാൻ തക്ക മാരക ബോംബുമായി ഇറങ്ങിയിരിക്കുകയാണ് ഗൗരവ് ഗൊഗോയ്. അക്ഷരാർത്ഥത്തിൽ BJP വിരണ്ടിരിക്കുന്ന അവസ്ഥ. അസാം എന്ന വടക്കുകിഴക്കൻ മേഖലയിലേക്ക് അധികാരത്തിലേക്ക് 2016 BJP എത്തുമ്പോൾ അവിടെ ഹിമന്ത ബിശ്വ ശർമ്മ വെറും ഒരു ഏറാമുളിയായിരുന്നു. കോൺഗ്രസിൻ്റെ രഹസ്യങ്ങൾ BJPക്ക് ചോർത്തി കൊടുക്കുന്ന വെറും ഒരു തേർഡ് റേറ്റ് ഏറാമുളി. എന്നാൽ വളരെ പതുക്കെ തന്നെ BJPയിലെ സുപ്പീരിയർ ലീഡേഴ്സിൻ്റെ വരെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കിക്കൊണ്ട് താൻ ആണ് ഇനി BJPയെ വടക്കുകിഴക്കൻ മേഖലകളിൽ നയിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അമിത്ഷായുടെയും അതുപോലെ കേന്ദ്ര നേതാക്കളുടെയും വിശ്വാസ്യത പിടിച്ചെടുത്തുകൊണ്ട് RSSലെ പല നേതാക്കളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് സർവാനന്ദ സോനോവാളിനെ പോലുള്ളവരെ വരെ ഏറ്റവും മോശമായ പദം ഉപയോഗിച്ച് പുറത്താക്കാൻ ശ്രമിച്ചു. SC വിഭാഗക്കാരെ ഏറ്റവും മോശമായ രീതിയിൽ അവരെ ഉപദ്രവിക്കാനും തുടങ്ങിയിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മ എന്നത് വളരെ വ്യക്തമായി സോനോവാളിൻ്റെ ആളുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. അതായത് ഇനി തെരഞ്ഞെടുപ്പിനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഹിമന്തിനെ കൃത്യമായി ഒതുക്കാൻ, ഹിമന്തിനെ ഒന്നെങ്കിൽ നിങ്ങൾ കേന്ദ്രത്തിലോട്ട് പറഞ്ഞു വിടൂ, എല്ലാവർക്കും ഗുണകരം അതാണ്. ഇവിടെ സംസ്ഥാനത്ത് ഇനിയും മത്സരിപ്പിക്കേണ്ട, ഞങ്ങളുടെ സോനോവാളിനെ തിരികെ വിളിക്കൂ എന്ന പോസ്റ്ററുകൾ അസാമിലെ തെരുവോരങ്ങളിൽ കൃത്യമായി വ്യാപൃതമായി കഴിഞ്ഞിരിക്കുന്നു. സാധാരണക്കാരായ പ്രവർത്തകർ മാത്രമല്ല, പലരും ഇടത്തരം കുടുംബക്കാരും മധ്യവർഗക്കാരുമെല്ലാം ഹിമന്തിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്നാൽ BJP നേതൃത്വത്തിൽ ഹിമന്തിനെ കണ്ണടച്ച് കൈയൊഴിയാൻ കഴിയാത്ത പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ചെകുത്താനും കടലിനും നടുക്ക് നിൽക്കുന്ന അവസ്ഥയിൽ അമിത്ഷായുടെ കാര്യം അധോഗതിയായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഹിമന്ത് അമിത്ഷായുടെ തലവേദനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.